നമ്മുടെ കേരളത്തിലെ വിവിധ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ചും വിഷ്വൽ മീഡിയ ഒക്കെ തന്നെ അവഗണിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചതുമായി ബന്ധപ്പെട്ടാണ്. മദ്യത്തിൻ്റെ ടാക്സ് കുറച്ചതാണ് എന്നുള്ളത് പ്രതിപക്ഷവും, അതല്ല ഞങ്ങൾ പുതിയൊരു കാറ്റഗറിയിൽ ടാക്സ് ഫിക്സ് ചെയ്യുക മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ ഏറ്റവും ആദ്യമേ തന്നെ ഇതിൻ്റെ മുന്നിൽ പ്രതിരോധം തീർത്തത്. പക്ഷേ ഈ പ്രതിരോധമൊന്നും ഫലപ്രദമാകാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നുള്ള ഒരു കനപ്പെട്ട നേതാവും അദ്ദേഹത്തെ പിന്തുണക്കാൻ ഇതേവരെ എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്തരം നയപരമായ തീരുമാനങ്ങളിൽ PMC അടക്കമുള്ള കാര്യങ്ങളിൽ KC വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ ഇത് മറ്റുള്ളവരുമായി സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ എന്നുള്ളത് ഏറ്റവും ആദ്യമേ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോൾ തന്നെ നമുക്കറിയാം, കാരണം കേരളത്തിൽ മുഖ്യമന്ത്രിയെ വി ഡി സതീശൻ ഇരിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കെ മുരളീധരനും അതുപോലെ രമേശ് ചെന്നിത്തലയും ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഏതാണ്ട് എല്ലാ മന്ത്രിമാരും തന്നെ ലോയലായിട്ടിരിക്കുന്നത് KC വേണുഗോപാലിനോടാണ്. അതിപ്പോൾ M ലിജു ആണെങ്കിലും ഏറ്റവും ഒടുവിൽ ജനേഷ് വരെയുള്ള ആളുകളാണെങ്കിലും ലോയലായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം തന്നെ ഇത് പുറമെ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ എതിർത്തുകൊണ്ട് വർത്തമാനം പറയാൻ കഴിയില്ല. പക്ഷേ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊന്നും തയ്യാറാകാത്ത കേരളത്തിൽ പലപ്പോഴും കോൺഗ്രസിനകത്താണെങ്കിൽ പോലും സ്വതന്ത്രമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ആ നിലപാടുകളിലൊപ്പം ആളുകളെ വലിയ തോതിൽ കൂട്ടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവിൻ്റെ പേരാണ് VM സുധീരൻ എന്ന് പറയുന്നത്. അദ്ദേഹം ധൈര്യത്തോടുകൂടി വളരെ സുധീരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രം നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനോടുള്ള വാശിക്കാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും തന്നെ മദ്യവിൽപ്പന ക്യാൻസൽ ചെയ്യുകയും പകരം ബിയർ ആൻഡ് വൈൻ പാർലറായി തുടരാനുള്ള അവസരം ആ ഹോട്ടലുകൾക്കൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തതൊക്കെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. യഥാർത്ഥത്തിൽ KPCC പ്രസിഡൻ്റായിട്ടുള്ള അദ്ദേഹം ഏതാണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ഈ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആരാകണം എന്ന് പറയുന്ന ഒരു ചോദ്യം ഹൈക്കമാൻഡ് നിരവധി നേതാക്കളെ വിളിച്ച് ചോദിച്ചപ്പോൾ കെ മുരളീധരനെ പോലെയുള്ള VM സുധീരനെ പോലെയുള്ള നിരവധി മുൻ KPCC പ്രസിഡന്റുമാരെ എല്ലാവരെയും കണ്ട് ചോദിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സമയം ഹൈക്കമാൻഡ് അനുവദിച്ചത് VM സുധീരനാണ്. കാരണം VM സുധീരൻ പറയുന്ന അഭിപ്രായത്തിന് എപ്പോഴും ഒരു വിലയുണ്ടായിരുന്നു, അതുപോലെ AK ആന്റണിയൊക്കെ പറയുന്ന അഭിപ്രായത്തിനും വിലയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 45 മിനിറ്റോളം യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അനുവദിച്ചത് VM സുധീരനാണ്. അപ്പോൾ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ആരെ ആക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ തന്നെ. അപ്പോൾ കേരളത്തിൻ്റെ ഒരു മനസ്സ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കണ്ടത്. കൂടാതെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി തീരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ ഒരു ജനവികാരം അനുകൂലമാണെന്ന് പറയുന്ന ഒരു കൺവിൻസിങ് കൂടി VM സുധീരൻ്റെ പക്കൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് ഏറ്റവും വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭയിൽ പോലും 2 മന്ത്രിമാർ, ഒന്ന് കെ മുരളീധരനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഒഴികെയുള്ള ബാക്കി എല്ലാ മന്ത്രിമാരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ, അതായത് M ലിജു മുതൽ OJ ജനീഷ് വരെയുള്ള AP അനിൽകുമാർ മുതൽ സണ്ണി ജോസഫ് വരെയുള്ള എല്ലാ മന്ത്രിമാരും തന്നെ കുറച്ചുകൂടി ലോയലായിട്ടുള്ളത് KC വേണുഗോപാലിനോടാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ KC വേണുഗോപാലിനെ പോലുള്ള ആളോട് ലോയലായിട്ടുള്ള എന്നാൽ വി ഡി സതീശൻ്റെ ഒപ്പം ആരുമില്ലാത്ത ഒരു മന്ത്രിസഭ കൂടിയാണിത്. ആകെയുള്ളത് ഇപ്പോൾ കെ മുരളീധരൻ മാത്രമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം, മന്ത്രിമാർ. കൂടാതെ ഏതാനും ചില MLA മാർ, അതായത് മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള നമ്മുടെ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുള്ള MLA പോലെയുള്ള ചില ആളുകൾ മാത്രമേ ഇദ്ദേഹത്തോടൊപ്പം വളരെ സ്ട്രോങ് ആയി നിൽക്കാൻ തയ്യാറാകുന്നുള്ളൂ വി ഡി സതീശൻ്റെ ഒപ്പം. ബാക്കി 40-43 MLA 47-50ഓളം വരുന്ന MLA മാരുടെ പിന്തുണയും KC വേണുഗോപാലിനാണ്. അങ്ങനെ കരുത്തരായി നിൽക്കുമ്പോൾ വി ഡി സതീശൻ ഏതാണ്ട് 1 മാസം കഴിയുമ്പോൾ തന്നെ വലിയ പ്രതിസന്ധിയെ കോൺഗ്രസിനുള്ളിൽ മന്ത്രിസഭയ്ക്കുള്ളിൽ നേരിടുന്നു എന്നുള്ളതാണ്. ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ലീഗ് കൂടെ നിൽക്കുന്നതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളൊന്നും തന്നെ അദ്ദേഹത്തോടൊപ്പമില്ല, അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇരുന്നു കൊണ്ട് വേണം നിങ്ങൾ ഈ പുതിയ സംഭവവികാസത്തെ കാണാൻ. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആഞ്ഞടിച്ച പോലെ തന്നെ VM സുധീരൻ പുറത്തേക്കിറങ്ങിയിരിക്കുന്നു, ആഞ്ഞടിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞേക്കുന്നത് മദ്യനയത്തിൽ നിന്ന്, അതായത് ഈ ബക്കാഡി കമ്പനിക്ക് ടാക്സ് കുറച്ച് കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയേ തീരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കൂടാതെ മദ്യവ്യാപനത്തിന് കളമൊരുക്കുന്ന ഒരു പരിപാടിയും ചെയ്യാൻ കഴിയില്ല
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം UDFിൻ്റെ മദ്യനയം എന്താണെന്നുള്ളത് വായിച്ച് കേൾപ്പിച്ചു എല്ലാവരെയും. അപ്പോൾ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തോട് നിരവധി പത്രക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ ഉണ്ടായിട്ടും എങ്ങനെയാണ് ബഡ്ജറ്റിൽ ഇത് കടന്നുകൂടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ബഡ്ജറ്റിൽ ഇത് കടന്നുകൂടിയത് എങ്ങനെ എന്നുള്ളത് VM സുധീരൻ ചോദിക്കുമ്പോൾ VM സുധീരൻ തിരിച്ച് പത്രക്കാരോട് പറയുന്നത്, ഇത് എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എനിക്കും അറിയാൻ പാടില്ലാത്തത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് എന്നുള്ളത് VM സുധീരൻ വളരെ ശക്തിയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇത് ഈ പറയുന്ന ഫിനാൻസ് ബില്ലായി, അതായത് ബഡ്ജറ്റിൻ്റെ അടുത്ത നടപടിയിലേക്ക് പോയി കഴിയുകയും ഫിനാൻസ് ബില്ലായി പോവുകയും ചെയ്താൽ പിന്നെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയാൽ സ്വാഭാവികമായിട്ടും പിന്നീട് ഈ ബെക്കാഡി കമ്പനിക്കടക്കം അതുപോലെ റിലയൻസിൻ്റെ കമ്പനിക്കടക്കമുള്ള നിരവധി കമ്പനികൾ കൂടി ഇപ്പോൾ ഈ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ കമ്പനികൾക്കടക്കം യഥാർത്ഥത്തിൽ കോടതിയിൽ പോകാനും അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി സമ്പാദിക്കാനും കഴിയും. കൂട്ടത്തിൽ നിങ്ങൾ മറന്നു പോകരുത്, നിയമകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് VD സതീശൻ തന്നെയാണ്. അപ്പോൾ കോടതിയിൽ കേസ് തോക്കും, അത് കമ്പനികൾക്ക് അനുകൂലമാകും എന്നുള്ളത് ഓർക്കണം. ഇത് മുൻകൂട്ടി കണ്ടിട്ടുള്ള VM സുധീരൻ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, ഇതൊരു കാരണവശാലും ഞങ്ങൾ നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാർക്കൊന്നും ഈ ഡീലിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അവരൊന്നും ഇതിൻ്റെ ഭാഗവാക്കല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരൊറ്റക്ക് VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ്. അതുകൊണ്ടാണ് ഭരണമേറ്റെടുത്ത്, അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണമേറ്റെടുത്തതിൻ്റെ 24 മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഈ ഫയൽ അദ്ദേഹം വിളിച്ചു വരുത്തുകയും ആ ഫയൽ അതിവേഗം ദ്രുതഗതിയിൽ 2.5 മണിക്കൂർ കൊണ്ട് 7 പേരുടെ കൈകളിൽ നിന്ന് ഒപ്പിട്ട് പരിശോധനയൊക്കെ കഴിഞ്ഞ് കൈകളിലേക്ക് എത്തുകയും രാത്രി 10:30 അദ്ദേഹം ഒപ്പിടുകയും പിറ്റേ ദിവസം രാവിലെ 8:45 തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാൽ വന്ന് ഒപ്പിടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശീഘ്രവേഗത്തിൽ ഈ പറയുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി VM സുധീരൻ അടക്കമുള്ള ആളുകൾ പുറത്തു വന്ന് പറയുന്നു. ഇതിൻ്റെ പര്യവസാനം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യത്തിലും കൂടി ഗവൺമെൻറ് തീർച്ചയായിട്ടും U-ടേൺ എടുക്കാനിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സംശയവുമില്ല, കാറ്റഗോറിക്കലി ദൃഢമായി ഞാൻ പറയുന്നു, ഈ കാര്യത്തിൽ U-ടേൺ എടുക്കാതെ VD സതീശൻ്റെ മുമ്പിൽ വേറെ വഴികളില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, VD സതീശനെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കിയേക്കുന്ന ഡാമേജ് എന്താണെന്ന് വെച്ചാൽ, VD സതീശൻ മുഖ്യമന്ത്രിയായത് ഒരിക്കലും ഹൈക്കമാൻഡിന് താല്പര്യമുണ്ടായിട്ടല്ല. രണ്ടാമത്തത്, നമ്മുടെ നിയമസഭാ കക്ഷികളിലെ ഈ ലെജിസ്ലേറ്റീവ് പാർട്ടിയിലെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിട്ടല്ല. നിരവധി MLA-മാരുടെ പിന്തുണ ഏറ്റവും കുറവ് അദ്ദേഹത്തിനായിരുന്നു. സംഘടനയിൽ തന്നെ അദ്ദേഹത്തിന് വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നോ രണ്ടോ DC പ്രസിഡന്റ് മാത്രമാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും തരത്തിലുള്ളൊരു ചായ്വ് കാണിച്ചിട്ടുള്ളത്. മറ്റുള്ള എല്ലാവരും തന്നെ KC വേണുഗോപാലിനൊപ്പമായിരുന്നു മഹാഭൂരിപക്ഷം പേർ. പക്ഷേ ഇത്രയൊക്കെ കാര്യമുണ്ടായിട്ട് പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാൻ സഹായിച്ചത് നരേറ്റീവ് ബിൽഡ് ചെയ്തുകൊണ്ട്, ഒരു പ്രത്യേക സാഹചര്യം ബിൽഡ് ചെയ്തുകൊണ്ടാണ്, വലിയ പണമിറക്കിക്കൊണ്ടാണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങളുടെയും ഏഷ്യാനെറ്റിൻ്റെയും മീഡിയ വണിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടിയും കേരളത്തിലെ ജനങ്ങൾ VD സതീശനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന തോന്നൽ ഉണ്ടാക്കിയത് കൊണ്ടാണ്. ആ തോന്നൽ യഥാർത്ഥത്തിൽ VM സുധീരൻ അടപടലം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായി വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീര്യം കൂടി സുധീരൻ പുറത്തേക്ക് വരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഫോറിൻ ലിക്കറിനൊക്കെ ഉള്ളത് 60% വരുന്ന ആൽക്കഹോളുണ്ട്. അദ്ദേഹം മദ്യപിക്കുന്ന ഒരാളല്ല, പക്ഷെ അത് അടിച്ചിട്ടുള്ള വീര്യവുമായിട്ടാണ് യഥാർത്ഥത്തിൽ VM സുധീരൻ പുറത്തേക്ക് ഇറങ്ങിയതെങ്കിൽ 4%, 5% വീര്യമുള്ള ബെക്കാഡിയുടെ ബ്രീസ എന്ന് പറയുന്ന മദ്യമൊക്കെ അടിക്കുന്ന ഒരാളുടെ നിലവാരത്തിലേക്ക്, വീര്യം കുറഞ്ഞ ലെവലത്തിലേക്ക് യഥാർത്ഥത്തിൽ VD സതീശൻ എത്തിയിരിക്കുന്നു. 2 കാര്യങ്ങളിൽ അദ്ദേഹം നിയമസഭക്കകത്ത് U-ടേൺ എടുത്തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ഇവിടെ വിൽക്കണം എന്ന് വിചാരിച്ചാൽ, അതായത് ബെക്കാഡിയുടെ അടക്കമുള്ള മദ്യം ഇവിടെ വിൽക്കണമെന്ന് തീരുമാനിച്ചാൽ, വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കണമെന്ന് തീരുമാനിച്ചാൽ ഇതായിരിക്കും ടാക്സ്. പക്ഷെ അല്ലെങ്കിൽ UDF തീരുമാനിക്കും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. വിൽക്കണ്ടെന്ന് തീരുമാനിച്ചാൽ വിൽക്കില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, PM ശ്രീ നിർബന്ധമായും തുടരേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഞങ്ങൾ PM ശ്രീ തുടരും എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളിലും VD സതീശൻ പിന്നോക്കം പോയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റാരും നിങ്ങളോട് പറയാത്തൊരു കാര്യം, ഈ ഒരൊറ്റ മാസം കൊണ്ട് കഴിഞ്ഞ 1 മാസം മുമ്പ് വരെ VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് വിചാരിച്ചിരുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും വലിയ പിന്തുണയും അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്നു കേവലം 35 ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അദ്ദേഹത്തിന് എത്ര നാൾ മുഖ്യമന്ത്രിയായി തുടരാനാകും എന്നുള്ളത് കൂടി ഒരു വലിയ ചോദ്യമാണ്.
ടോപ്പിക്ക് കഴിഞ്ഞു. മറ്റ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ടാൽ മതി. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. 1 മുതൽ 6 വരെയുള്ള ലെവലുകളിൽ മെമ്പർഷിപ്പുകളുണ്ട്. മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ചാനൽ നിലനിൽക്കണമെന്നും നമ്മുടെ ചാനലിനെ സഹായിക്കണമെന്നും ഒക്കെ താല്പര്യമുള്ളവർ മാത്രം അത് ചെയ്താൽ മതി. അതല്ല, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഈ ചാനലിന് വേണ്ടി മാത്രമല്ല നിങ്ങളത് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. അതിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് പൊതുബോധത്തിനും അപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥം. ചുരുക്കത്തിൽ പറഞ്ഞാൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് അടിച്ചു കൊടുത്താൽ ആ ചാനലിൽ കിട്ടും. അതിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് ഇട്ടിരുന്നു. ആ പോഡ്കാസ്റ്റ് 16,000-ലധികം പേർ കണ്ടിരിക്കുന്നു. ഏതാണ്ട് 9,000-ഓളം വരുന്ന വാച്ച് അവേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അത് 1 മണിക്കൂറും 44 മിനിറ്റുമുള്ള വലിയ ലെങ്തി ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റാണ്. ആ പോഡ്കാസ്റ്റിൽ എങ്ങനെയാണ് പിണറായി വിജയനും CPM-നും ഇടതുപക്ഷത്തിനുമൊക്കെതിരെയുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടത്, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഒരു രൂപരേഖയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ചാനലിൽ തന്നെ അടുത്തൊരു പോഡ്കാസ്റ്റ് വരുന്നുണ്ട്. ആ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് സതീശനെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകാൻ മുസ്ലിം ലീഗ് വലിയ സപ്പോർട്ട് കൊടുത്തത്, വാശി പിടിച്ചത് എന്നുള്ളതാണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള നിലപാടുകൾ മുസ്ലിം ലീഗ് എടുത്തതെന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ വളരെ നാമമാത്രമായ MLA-മാരുടെ പിന്തുണ മാത്രമുണ്ടായിട്ടും പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടും ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും ഇഷ്ടമില്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് ആരാണ് എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന രഹസ്യ നീക്കങ്ങളടങ്ങുന്ന ഒരു പോഡ്കാസ്റ്റാണ് നിങ്ങൾക്ക് വരാനുള്ളത്. പക്ഷേ ആ ചാനൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളത് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് ചാനലിൻ്റെ പേര് മറന്നുകൊണ്ട് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. നമ്മൾ ഒരു 24 മണിക്കൂറിനകം അത്തരത്തിൽ ആ പോഡ്കാസ്റ്റ് പബ്ലിഷ് ചെയ്യും. കേരളത്തിൽ ഇന്നുവരെ ആരും പറയാത്ത നിങ്ങൾ ഞെട്ടിക്കുന്ന കുറേ ഇൻഫർമേഷൻസാണ് അതിനകത്ത് വരാനിരിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. തീർച്ചയായും നിങ്ങൾ ആ ചാനൽ കൂടി കേൾക്കണം. അത്തരം പോഡ്കാസ്റ്റുകൾ എടുക്കുന്നത് നമ്മളിപ്പോൾ ഏതാണ്ട് 4 ആഴ്ച കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പോഡ്കാസ്റ്റ് അപ്പ് ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചതാണ്. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. അതുകൊണ്ടാണ് നേരത്തെയുള്ള മെമ്പർഷിപ്പിൻ്റെ കാര്യവും ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ പറഞ്ഞത്. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രം സപ്പോർട്ട് ചെയ്യുക. അല്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകൾ കണ്ടുകൊണ്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ടും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അടുത്ത ചാനലിൻ്റെ പേര് മറക്കണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ.